വഅദ്ഖിൽ യദക, നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യുക, ഫീ ജൈബിക, നിന്റെ കുപ്പായത്തിന്റെ മാറിൽ, തഖ്റുജ്, അത് പുറത്തേക്ക് വരും, ബൈദാ, നല്ല വെള്ള നിറമായിക്കൊണ്ട്, മിൻ ഗൈരി സൂഇൻ, അല്പമെങ്കിലും ഒരു ദൂഷ്യം കലരാത്ത നിലക്ക്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളപ്പാണ്ടോ ആ നിലക്കുള്ള ഏതെങ്കിലും ജനങ്ങൾക്ക് അരോചകമാകുന്ന വെള്ള കളറല്ല. ഇതൊരു അത്ഭുതകരമായ നിലക്കുള്ള ഒരു വെള്ള കളറായിട്ടാണ് മാറുക. അത് അങ്ങോട്ട് തന്നെ വെക്കുന്നതോടുകൂടി അത് കഴിയും ചെയ്യും. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അദ്ഖിൽ യദക, നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ ഇതേ സംഭവം തന്നെ പല അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ ഖസസിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു അവിടെ മൂസ അലൈഹിസ്സലാമിനോട് പ്രയോഗിച്ച പദം, അവിടെ അതിനെക്കുറിച്ച് അവിടെ എടുത്തു പറഞ്ഞത് എന്താണ്? ഉസ്ലുക് യദക ഫീ ജൈബിക, ഉസ്ലുക്, നീ പ്രവേശിപ്പിക്കുകയും ചെയ്യുക, നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുക, നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുക. അവിടെയും പിന്നെ ഫീ ജൈബിക എന്ന് തന്നെ അവിടെയും പറയുന്നു. അതോടൊപ്പം വദുമും യദക ഇലാ ജനാഹിക എന്നുകൂടി അല്ലാഹു തആല പറയുന്നുണ്ട്. വദുമും ഇലൈക ജനാഹക മിനർ റഹ്ബി എന്നുകൂടി അവിടെ ചേർത്ത് പറയുന്നുണ്ട്. അതേ പ്രയോഗം സൂറത്ത് ത്വാഹയിൽ 22-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. വദുമും യദക ഇലാ ജനാഹിക. സൂറത്ത് ത്വാഹയിൽ പറയുന്നത് വദുമും യദക ഇലാ ജനാഹിക. ലമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ലമ്മ, കൂട്ടിപ്പിടിച്ചു. ഇപ്പൊ വദുമും യദക, നിന്റെ കൈ നീ കൂട്ടിപ്പിടിക്കുക, ഇലാ ജനാഹിക, നിന്റെ ചിറക് എന്നാണ് ജനാഹിന് ശരിക്കർത്ഥം. ഇവിടെ ഉദ്ദേശം അബുദാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പാർശ്വഭാഗത്ത് ഈ കൈത്തണ്ടക്കിടയിലാക്കിക്കൊണ്ട്, അങ്ങനെ അതാണ് കക്ഷത്തിലേക്ക് വെക്കുക എന്ന് പറയാൻ കാരണം. വിശുദ്ധ ഖുർആന്റെ ആ പ്രയോഗത്തിൽ നിന്നാണ് ഇത്. ഈ ജനാഹി ഇതിനോട് ചേർത്ത് പിടിക്കുക, അങ്ങനെ ചേർത്ത് പിടിക്കുന്ന അതിന്റെ ഇടയിലേക്ക് നിന്റെ കൈ നീ വെക്കുക. അപ്പൊ എവിടെ പ്രവേശിപ്പിക്കലായി? കക്ഷത്തിൽ കൈ പ്രവേശിപ്പിക്കലായി. അങ്ങനെയാണ് നിന്റെ കൈ നീ കക്ഷത്തിൽ പ്രവേശിപ്പിക്കുക എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അത് സൂറത്ത് ത്വാഹയിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം സൂറത്തുൽ അഅറാഫിലെ 108-ാമത്തെ ആയത്തിൽ വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ അല്ലാഹു പറയുന്നു. വനസഅ യദഹു, അങ്ങനെ കൈ ഊരി. ഇവിടെ പ്രവേശിപ്പിക്കുക എന്നാ പറഞ്ഞത്. അവിടെ അഅറാഫിൽ ഈ സംഭവം പറയുന്നിടത്ത് വനസഅ യദഹു, തന്റെ കൈ കുപ്പായത്തിന്റെ മാറിൽ നിന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഊരിയെടുത്തു. അപ്പോൾ ഫഇദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പിന്നെ സൂറത്ത് ഖസസിലെ 32-ാമത്തെ ആയത്തിൽ ഇതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞത് എന്താണ്? വദുമും ഇലൈക ജനാഹക മിനർ റഹ്ബി എന്ന് പറഞ്ഞു. പേടി തോന്നുമ്പോ നിന്റെ രണ്ട് കൈ കൂട്ടിപ്പിടിച്ചോ. അതവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അതായത് അവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം, ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലൊരു ഭീതി തോന്നി. വലിയ പാമ്പ്, അതുപോലെ തന്നെ ആ രൂപത്തിലൊക്കെ പേടിച്ചപ്പോൾ അല്ലാഹു തആല നിർദ്ദേശിച്ചൊരു കാര്യം കൂടിയായിരുന്നു അത്. നിന്റെ കൈ നീ ചേർത്ത് പിടിച്ചോളൂ, നിന്റെ കൈ നീ ചേർത്ത് പിടിച്ചോളൂ, നിന്റെ പിന്നെ ഇലാ ജനാഹിക, നിന്റെ പാർശ്വത്തിലേക്ക് നീ ചേർത്ത് പിടിച്ചോളൂ, മിനർ റഹ്ബി, പേടി കാരണത്താൽ, പേടിയാണ് പൊയ്ക്കോളും. അപ്പൊ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ല സൂറത്ത് ഖസസിലെ ഈ 32-ാമത്തെ ആയത്ത് വിവരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഇത് ഒരു ആശ്വാസത്തിന്റെ വാക്യമായി കൊണ്ട് അല്ലാഹു അന്ന് നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്. പേടി തോന്നുമ്പോൾ നിന്റെ കൈ എന്ത് ചെയ്തോ? ഇങ്ങനെ മാറിലേക്ക് കൂട്ടിപ്പിടിച്ചോ, നെഞ്ചത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചോ, എങ്കിൽ ഭീതി അങ്ങ് നീങ്ങിപ്പോയിക്കോളും. അത് പറഞ്ഞിട്ട് അത് വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ റഹിമഹുല്ല പറയാണ്, ആരെങ്കിലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് ഇനി മനുഷ്യർക്കൊരു ഭീതിയും പേടിയും ഒക്കെ തോന്നുന്ന അവസരത്തിൽ അവൻ ഈ ഒരു വചനം ഓർത്തുകൊണ്ട് അവന്റെ കൈ മാറത്തേക്ക് നെഞ്ചത്തേക്ക് കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതവന്റെ ഭയത്തിൽ നിന്ന് അവനൊരു ലഘൂകരണമെങ്കിലും ലഭിക്കുവാൻ ഒരു നിമിത്തമായേക്കും. വല്ലാഹു അഅലം എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ ചേർത്തൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ പൊതുവേ നമുക്കൊരു ശീലം ഉണ്ടത്, നമ്മൾ അല്ലേ പേടി തോന്നുമ്പോൾ നമ്മൾ വേഗം കൈയ്യടെ വെക്കുക, അങ്ങനെ പിടിക്കും, ഇങ്ങനെ. അപ്പൊ അത് നമ്മൾ ഇത് ഇങ്ങനെ അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആ പേടിയുടെ സമയത്ത് കൈ ഇങ്ങനെ നെഞ്ചത്തേക്ക് അമർത്തി കൂട്ടിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിന് ആ നിലക്ക് ആയേക്കാം. അങ്ങനെ ആണെന്ന് പറയല്ല, ആണെന്ന് പറയാൻ നമുക്കൊരു തെളിവില്ലല്ലോ. അങ്ങനെയാണ് എന്ന് ഒരാൾ പറയാൻ പറ്റൂലല്ലോ. കാരണം
അത് ഇസ്ലാം അള്ളാഹിൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തരാൻ പേടി ഉണ്ടാകുമ്പോൾ കൈ ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നെസ്സുണ്ട്, കൃത്യമായിട്ട് നമുക്ക് പറയാം. എന്ത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളൊരു ജനതയിൽ നിന്ന് ഏതെങ്കിലും പ്രതികൂലമായ കാര്യങ്ങളെ ഭയപ്പെടുകയാണെങ്കിൽ എന്തു പറഞ്ഞോളൂ, ചെറിയൊരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, അവരെ ഇതാ നിന്നെ ഞങ്ങൾ അവരുടെ ഏത് ഷർറുകളുണ്ടോ അതിൻ്റെയൊക്കെ ഇടയിൽ മറയാക്കിക്കൊണ്ട് നിർത്തുന്നു. അവരക്രമിക്കാൻ വരുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ റബ്ബെ നിന്നെയാ നിർത്തുന്നത്. ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക, നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയും ചെയ്യുന്നു, മിൻ ശുറൂരിഹിം, അവരെന്ത് ഷർറാണോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും ഞങ്ങൾക്ക് പറ്റരുത്, നിന്നോടാ കാവൽ തേടുന്നത്. അപ്പൊ അതവിടെ അങ്ങനെ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് നമുക്കത് സുന്നത്താണെന്ന് ഉറപ്പായിട്ട് പറയാം. ഇത് ഇങ്ങനെ ആവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞു. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകിയ രണ്ടാമത്തെ ദൃഷ്ടാന്തായിരുന്നു കൈ ഇങ്ങനെ കുപ്പായമാറിൽ കിടത്തിയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ല ശോഭിക്കുന്ന കൈയായി മാറുന്നു. അത് കാണുന്നവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു അരോചകമായതോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട നിലക്കുള്ളതോ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ വെള്ളയോ വെളുപ്പോ ഒന്നും അല്ല, നല്ല മനോഹരമായിരിക്കും, ആരും നോക്കി കണ്ടു നിന്നു പോകുന്ന വിധത്തിലുള്ള ഒരു തരം പ്രകാശം ഇങ്ങനെ, അതല്ലെങ്കിൽ അവിടുത്തെ കൈക്കൊരു പ്രത്യേകമായ ശോഭ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറഞ്ഞു കാണുന്നത്. ഫഇദാ ദഖലഹാ വഅഖറജഹാ ഖറജത് ബൈദാ സാതിഅ കഅന്നഹാ ഖിത്അതു ഖമർ. കണ്ടോ, ഒരു ചന്ദ്രത്തുണ്ട് പോലെ, ഒരു ചന്ദ്രത്തുണ്ട് പോലെയുള്ള ഒരു പ്രകാശം. ലഹാ ലംആനുൻ തതലഅലഉ കൽ ബർഖിൽ ഖാതിഫി, മിന്നൽ പിണറിൽ നിന്നൊക്കെ നമുക്ക് ദൃശ്യമാകുവാൻ സാധിക്കുന്ന നല്ല പ്രശോഭിതമായ ഒരു നിലക്കുള്ള ഒരു വെള്ള കളറായിരുന്നു ആ കയ്യിൽ നിന്ന് പ്രകടമായിരുന്നത് എന്നാണ്.